എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവർക്കും ക്രിക്കറ്റിന്റെ സിലബസ് ഡീകോഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ഹിസ്റ്ററിയുടെ പോർഷൻസിൽ നിന്ന് മൊത്തം 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അത് കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഉൾപ്പെടുത്തി മൊത്തം 10 മാർക്കാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അതിൽ നമ്മുടെ ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് 3 മാർക്ക് വരെയാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതായത് ചില എക്സാമുകൾക്ക് 1 മാർക്കായിരിക്കാം, ചില എക്സാമുകൾക്ക് 2 മാർക്കായിരിക്കാം. എന്നാൽ വേൾഡ് ഹിസ്റ്ററി 3 ചോദ്യങ്ങൾ വരെ അല്ലെങ്കിൽ 3 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാം ഹാളിൽ 1 മാർക്ക് തന്നെ 1 മാർക്കിനാണെങ്കിൽ തന്നെ അത് വളരെയധികം വിലപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ മേഖലകൾക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലൂടെ നമുക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 1 മാർക്കായിരിക്കാൻ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടുന്ന ഒരു റാങ്ക് നേടിത്തരിക, ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഒരു അവസരം നേടിത്തരിക. അപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ സിലബസിൽ പറഞ്ഞേക്കുന്ന വേൾഡ് ഹിസ്റ്ററി ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതേപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, അന്താരാഷ്ട്ര സംഘടനകൾ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സിലബസുകൾ നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏത് ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് പറയുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം അറിയണം നമ്മൾ SCERTയിലും NCERTയിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പഠിക്കേണ്ടത്. അതായത് നിലവിലെ ഈ പറയുന്ന ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗങ്ങളിലുമായിട്ടാണ് ഈ പറയുന്ന സിലബസ് കിടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം SCERT പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ SCERT വായിച്ച് നോക്കിയതിന് ശേഷം NCERT നോക്കുകയാണെങ്കിൽ വളരെ വേഗം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അതായത് NCERT എന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ തുടക്കക്കാർ ആദ്യം പോയി NCERT വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഒരുമിച്ച് ദഹിക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർ എന്താ ചെയ്യുക, ആദ്യം SCERT ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം NCERT വായിക്കുക. അപ്പോൾ SCERT എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ പഴയ സിലബസ് പ്രകാരമാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ലോകത്തെ സ്വാതന്ത്ര്യ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. എന്നാൽ പുതിയ SCERT പ്രകാരം അത് 10ാം ക്ലാസ്സിലല്ല. അത് നിലവിൽ 8ാം ക്ലാസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ SCERT ആയാലും NCERT ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 8, 9, 10 +1 +2 ഇത്രയും നിങ്ങൾ അറിയണം. അതായത് 8, 9, 10 +1 +2 ഈ പറയുന്ന എല്ലാ ക്ലാസ്സിലെയും ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഭാഗങ്ങളിലായിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി കിടക്കുന്നത്. അതായത് ഇപ്പം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാം. ഇപ്പോൾ SCERT ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതേപോലെ തന്നെ റഷ്യൻ വിപ്ലവം, ചൈനയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം പറയുമ്പോഴത്തേക്ക് SCERT പ്രകാരമാണെങ്കിൽ അത് നമ്മളെ ഈ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. ഇനി വേൾഡ് വാറോ അവിടെ തന്നെ വരുന്നുണ്ട്. ഇനി ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പറയുകയാണെങ്കിൽ അത് +1 +2ൻ്റെ ടെക്സ്റ്റുകളിലും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗങ്ങളിലുമായിട്ടാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, SCERT 8, 9, 10 +1 +2 വായിക്കുക. അതിനുശേഷം NCERTയുടെ 8, 9, 10 +1 +2 വായിക്കുക. ഇത് വായിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും വേൾഡ് ഹിസ്റ്ററിയുടെയും ഒരുപാട് ഭാഗങ്ങൾ ഈ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾ കവർ ചെയ്തു പോകാൻ പറ്റും. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പറയുന്ന കഴിഞ്ഞ ഇതുവരെ നടന്ന പ്രിലിമിനറി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഏത് റെവല്യൂഷനാണ് അല്ലെങ്കിൽ ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ്. 2ാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും, 3ാമത് നമ്മുടെ UNAവിലേക്കും, 4ാമത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, 5ാമത് റഷ്യൻ വിപ്ലവം, 6ാമത് ചൈനീസ് വിപ്ലവം, ഏറ്റവും അവസാനമായി 2ാം ലോകമായിരുന്നതിൻ്റെ രാഷ്ട്രീയ ചരിത്രം. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശ്രദ്ധിച്ചേക്കണം, നമ്മുടെ 1ാം സ്ഥാനം നമ്മുടെ ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ല, ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. 2ാമത് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 3ാമത് അന്താരാഷ്ട്ര സംഘടനകൾ, ഇനി ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ, ഇനി അതേപോലെ തന്നെ 4ാമത് കൊടുത്തേക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, 5ാമത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട്, 7ാമത് ചൈനീസ് വിപ്ലവം, 8ാമത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം ഹാളിൽ ചോദിച്ചേക്കുന്നത്. അതായത് നിലവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം മാത്രമേ
പഠിക്കാവൂ എന്നല്ല. കാരണം അതിന്റെ തൊട്ട് താഴെയായി അമേരിക്കൻ വിപ്ലവത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്, അതിന്റെ തൊട്ട് താഴെയായി നമ്മുടെ UN പറ്റി ചോദിച്ചിട്ടുണ്ട്, റഷ്യയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ചൈനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, രണ്ടാം ലോകമായിരുന്നില്ല രാഷ്ട്രീയത്തെ. അതായത് സിലബസ് എന്താണോ അത് ഫുള്ള് നമ്മുടെ എക്സാം ഹാളിൽ ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന മേഖല മാത്രം ഇപ്പൊ വ്യത്യാസപ്പെട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ലെവലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ 4 വിപ്ലവവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് പറഞ്ഞ് ഒന്നാമത്തെ പോയിന്റ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കും തരിക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. മൂന്നാമത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കാം. നാലാമത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലകൾക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി നമ്മൾ ഈ സിലബസ് പ്രകാരം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾ നേരെ പോയി ഇംഗ്ലണ്ടിലെ മഹത്തായ ബ്ലോഗ് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തലയിൽ നിൽക്കണമെന്നില്ല. അപ്പൊ പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതിനുശേഷം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതിനുശേഷം രണ്ടാം ലോക മഹായുധം, അതേപോലെ തന്നെ UNO. ഈ ഒരു ഓർഡറിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ബോറടി ഇല്ലാതെ അല്ലെങ്കിൽ തലയിൽ ഉറയ്ക്കുന്ന രീതിയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മെമ്മറിയിലോട്ട് വെക്കേണ്ടത്, ആ ഒരു കാര്യങ്ങളിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ, നമ്മുടെ ലോകത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് രൂപീകൃതമായത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ ജെയിംസ് ഒന്നാമനെയും ജെയിംസ് രണ്ടാമനെയും പറ്റി പഠിക്കണം, അവരുടെ കാര്യങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമനെ പറ്റി പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഈ റിലീജിയസ് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ സംഘർഷങ്ങൾ, അതായത് അവിടുത്തെ പാർലമെന്റും പ്യൂരിറ്റൻ മതവിശ്വാസികളും തമ്മിൽ നടന്ന സംഘർഷങ്ങൾ, അവിടുത്തെ രാജാവും പാർലമെന്റും തമ്മിൽ നടന്ന സംഘർഷങ്ങൾ വ്യക്തമായി നമ്മൾ അറിയണം. അതിനുശേഷം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 അത് ഒപ്പിട്ടത് ആരാണ്, എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് അറിയണം. ഇനി അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ലോങ് പാർലമെന്റിലേക്കാണ്. എങ്ങനെയാണ് ഈ ലോങ് പാർലമെന്റ് രൂപീകൃതമായത്, ലോങ് പാർലമെന്റിന്റെ കാലഘട്ടം എന്താണ്, ലോങ് പാർലമെന്റിന് നേതൃത്വം നൽകിയത് ആരാണ്, ഇനി ലോങ് പാർലമെന്റുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ നമ്മൾ വായിച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ കാലഘട്ടം, സിവിൽ വാറിന്റെ കാലഘട്ടം നമ്മൾ പഠിക്കുക. സിവിൽ വാറുമായി ബന്ധപ്പെട്ട ആർമി ഏതാണെന്ന് പഠിക്കുക. ഓക്കെ, ഈ സിവിൽ വാറുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഡീറ്റെയിൽസും കൂടെ വായിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അവിടുത്തെ ഗ്ലോബൽ ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ ഓർത്തു വെച്ചേക്കണം. അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിക്കുന്ന സമയത്ത് ആ സിവിൽ വാർ കഴിയുന്നതോടുകൂടി രാജഭരണം അവിടെ അവസാനിക്കുകയാണ്. അവിടുത്തെ നിലവിലെ രാജാവായ ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റിയതെന്നാണ്. ഇതിന് ശേഷം അവിടെ ഉണ്ടായ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റിയ ശേഷം അവിടെ പുതിയ പാർലമെന്റ് രൂപീകൃതമാകുന്നു. അതേപോലെ തന്നെ ഈ പാർലമെന്റ് രൂപീകൃതമായതിനു ശേഷം അവിടുത്തെ കാലഘട്ടത്തിന് പറയുന്നത് ഒരു കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. അവിടുത്തെ പാർലമെന്റ് റംബ പാർലമെന്റ് എന്നറിയപ്പെടുന്നു. ഇനി ഇത് കൂടാതെ തന്നെ അവിടെ രാജഭരണം പാർലമെന്റിൽ നിന്ന് ഭരണം ഉപേക്ഷിച്ച് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ രാജഭരണം വീണ്ടും ഏറ്റുപിടിക്കുന്നു. ഏറ്റുപിടിക്കുന്ന സമയത്ത് ഭരണാധികാരിയായി ചാൾസ് രണ്ടാമൻ വരുന്നു. അതിനുശേഷം ചാൾസ് രണ്ടാമൻ വരുന്നു, അദ്ദേഹത്തിന്റെ മകളായ മേരി സെക്കൻഡും അതേപോലെ മകളുടെ ഭർത്താവായ വില്യം തേർഡും വരുന്നു. അതോടുകൂടിയാണ് ഈ വിപ്ലവത്തിന് ഒരു അന്ത്യം കുറിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ വായിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇതൊന്ന് വായിച്ചു വെച്ചാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിലവിൽ എക്സാം ഹാളിൽ ചോദിച്ചുള്ള പാറ്റേൺ പ്രകാരമാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കോർ ചെയ്താൽ വെക്കാനായിട്ട് പറ്റും. ഇനി അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി, കാരണം അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്, ആ ക്രിസ്റ്റഫർ കൊളംബസിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. അത് ക്രിസ്റ്റഫർ കൊളംബസിനെ പറ്റി പഠിച്ചതിന് ശേഷം അമേരിക്കയിൽ രൂപീകൃതമായ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ സ്ഥാപിച്ച ഒരു 13 കോളനികളെ പറ്റി പഠിക്കുക. ആ കോളനികളിൽ നടപ്പിലാക്കിയ മെർക്കൻലിസ്റ്റ് നിയമങ്ങളെ പറ്റി പഠിക്കുക. മെർക്കൻലിസ്റ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആക്ടുകൾ, അതായത് പഞ്ചസാര ആക്ട്, ഷുഗർ ആക്ട്, കറൻസി ആക്ട് തുടങ്ങിയ ആക്ടുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതികൾക്കെതിരെ 13 കോളനിക്കാർ ശക്തമായി പ്രതിഷേധിക്കുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസുകളെ പറ്റിയാണ് പഠിക്കേണ്ടത്. അത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രത്യേകത എന്താണ്, അവർ ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം ഏതാണ്,
ഇതൊക്കെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ഇനി ലോക പ്രശസ്തമായ അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം. ഓക്കെ, ഈ ലോക പ്രശസ്തമായ അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടന്ന വർഷം, അത് നടത്തിയതാരാണ്, അത് നടത്തുവാനുണ്ടായ കാരണം എന്താണ്, അതിൽ ഒപ്പിട്ടതാരാണ്, ഇത് തയ്യാറാക്കിയതാരാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ അറിയേണ്ടത്. ഓക്കെ, ഇതിനുശേഷം നമ്മുടെ ഈ പറയുന്ന അമേരിക്കയുടെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടൻ ഒപ്പിട്ട നമ്മുടെ പാരീസ് ഉടമ്പടിയെ പറ്റി നമ്മൾ അറിയണം. ഓക്കെ, അതിനുശേഷം അമേരിക്കൻ ഭരണഘടനയെ പറ്റി നമ്മൾ അറിയണം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധ കാലഘട്ടം മാത്രം പഠിച്ചാൽ പോരാ, ആഭ്യന്തര യുദ്ധ കാലത്തെ പ്രസിഡന്റ് ആരായിരുന്നു, ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മുടെ മെമ്മറിയിലോട്ട് വരുന്നതാണ്. ഇനി അത് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നിലവിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഓക്കെ, അത് നമ്മുടെ സാധാരണ ഡിഗ്രി ലെവലിൽ നിന്ന് നാളെ നമ്മളിപ്പോൾ ഒരു 12th ലെവലോ 10th ലെവലോ എടുത്തു കഴിഞ്ഞാൽ, LDC ലെവലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കൂട്ടുവാണെങ്കിൽ, അതായത് LDC ലെവല്, അതേപോലെ തന്നെ 12th ലെവല്, അതേപോലെ തന്നെ ഡിഗ്രി ലെവല്, മൂന്നും കൂടെ കൂട്ടിയാലും ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ അവിടുത്തെ ബൂർബൻ ഡൈനാസ്റ്റിയെ പറ്റി, ബൂർബൻ രാജവംശത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ലൂയി 14, ലൂയി 15, ലൂയി 16, ലൂയി 16 ഭാര്യയായ മേരി ആന്റോണിയറ്റും അവരുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിക്കണം. ഇനി അതേപോലെ തന്നെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന 3 എസ്റ്റേറ്റുകൾ, ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, ഈ 3 എസ്റ്റേറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ 3 എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ 3 എസ്റ്റേറ്റുകളുടെ അംഗസംഖ്യ ഒരു എത്ര ശതമാനമാണെന്ന് കൂടി ഓർത്തു വെക്കാൻ മറന്നു പോകരുത്. ഇനി അതേപോലെ തന്നെ ഈ 3 എസ്റ്റേറ്റുകൾ ചുമത്തിയിരുന്ന പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ്, അതിൽ ഗവൺമെന്റ് ചുമത്തിയിരുന്ന നികുതികൾ, പ്രഭുക്കന്മാർ ചുമത്തിയിരുന്ന നികുതികൾ, ഇത് ഏതൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ഫ്രാൻസിന് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ തത്വചിന്തകന്മാർ വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ മാത്രമല്ല വേറെയും ചില ആൾക്കാരുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ അറിയണം. അത് വിൽ ആൻഡ് ഏരിയൽ യൂണിയന്റെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പറഞ്ഞ കാര്യങ്ങൾ പറയണം. സാൻസ് ക്ലോഡുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അസൈനാറ്റ് എന്ന കറൻസിയെ പറ്റി നമ്മൾ അറിയണം. അവിടുന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായുള്ള കാരണങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അതിനുശേഷം അവിടെ രൂപീകൃതമായ എസ്റ്റേറ്റ് ജനറൽ, ഫ്രാൻസിൽ അവസാനമായി ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത് ഏത് വർഷമാണ്? ഇനി ഫ്രാൻസിൽ 1789 ഒരു സ്റ്റേറ്റ് ജനറൽ ലൂയി 16 വിളിച്ചു കൂട്ടുന്നു. ആ ഓരോ എസ്റ്റേറ്റ് ജനറൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ എത്രയാണ്? ഇനി ഒന്നാമത്തെ ഓരോ അംഗത്തിനും ഓരോ വോട്ടുകൾ മാത്രം മതി എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ഏതാണ്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടുകൾ തന്നെ വേണം എന്ന് പറഞ്ഞ എസ്റ്റേറ്റുകൾ ഏതാണ്? ഇതൊക്കെ നമ്മൾ അവിടുന്ന് വായിച്ചു തുടങ്ങിയാൽ, ഇത്രയും അവിടെ വായിച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ബേസ് കിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1789 മുതൽ 1799 വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയും മനുഷ്യാവകാശ പ്രഖ്യാപനവും സ്ത്രീകളുടെ പ്രകടനവും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ 1789 മുതൽ 99 വരെയുള്ള കാര്യങ്ങൾ ഒരു ടൈം ലൈൻ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഇനി അതേപോലെ തന്നെ ഈ പറയുന്ന ഇത് കഴിഞ്ഞ പാട് നേരെ നെപ്പോളിയൻ ബൊണാപ്പാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതും കൂടെ പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പൂർണ്ണമാകുള്ളൂ. അപ്പം നിങ്ങൾ ഈ പറയുന്ന കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് വളരെ സിമ്പിളാണ്. അത്യാവശ്യം നമ്മൾ വായിക്കുന്നത് എന്താണോ അത് മനസ്സിരുത്തി വായിക്കുക. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇവിടുന്ന് നേരെ റഷ്യൻ വിപ്ലവത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റഷ്യ ഭരിച്ച രാജവംശമായ റോമനോവ് ഡൈനാസ്റ്റിയെ പറ്റി വേണം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കാൻ. ഈ റോമനോവ് ഡൈനാസ്റ്റിയെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നിക്കോളാസ് ഒന്നാമനെ പറ്റി നമ്മൾ പഠിക്കും. അതുകൂടാതെ തന്നെ റഷ്യൻ വിപ്ലവ കാലത്തെ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിക്കോളാസ് രണ്ടാമനാണ്. ഈ നിക്കോളാസ് രണ്ടാമന്റെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റഷ്യയിലെ തൊഴിലാളികളും രാജാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാവും. റഷ്യയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ കർഷകർ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിയർ ആവും. അവിടെ നിന്നാണ് നമ്മുടെ റഷ്യൻ വിപ്ലവം നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ ഈ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകൃതമാകുന്നു. ആ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സ്പ്ലിറ്റ് ആയിട്ട് മെൻഷെവിക്, ബോൾഷെവിക് ഈ 2 കാര്യങ്ങളിലേക്ക് വരിക. ഇതിനെ തുടർന്നുണ്ടായ രക്തരൂക്ഷണമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ, അതേപോലെ തന്നെ ഡ്യൂമ എന്ന റഷ്യൻ പാർലമെന്റ് രൂപീകൃതമാകുന്നു. ഇതിനെ തുടർന്ന് നമ്മുടെ 1-ാം ലോക മഹായുദ്ധ കാലത്താണ് റഷ്യൻ വിപ്ലവം ശക്തി പ്രാപിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം ലെനിന്റെ നേതൃത്വത്തിൽ. അവിടെ ലെനിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയണം.
ഓക്കെ, ഇനി ലെനിൻ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ, ഓക്കെ, അദ്ദേഹം കൊണ്ടുവന്ന സൈന്യം, ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് USSRന്റെ രൂപീകരണമായി. ഈ USSR രൂപീകരിച്ചത് ലെനിനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ആ USSR രൂപീകരിച്ചു. ഓക്കെ, അവിടുത്തെ ഈ പറഞ്ഞ റഷ്യൻ വിപ്ലവത്തെ തുടർന്നുണ്ടായ ആഭ്യന്തര കലാപം, സിവിൽ വാറിനെ പറ്റിയും കൂടെ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ഇനി അത് ചൈനയിലേക്ക് വരുവാണെങ്കിൽ കുറെ കൂടെ സിമ്പിൾ ആവുകയാണ്. ഓക്കെ, നമ്മുടെ മഞ്ജു രാജവംശം, കിം രാജവംശവുമായി ബന്ധപ്പെട്ട മഞ്ജു ഡൈനാസ്റ്റിയെ പറ്റിയാണ് ആദ്യം ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന കറുപ്പ് വ്യാപാര നയം അല്ലെങ്കിൽ ഒപ്പിയം ട്രേഡ്, ഇനി അതുമായി ബന്ധപ്പെട്ട ഒപ്പിയം വാർ, കറുപ്പ് യുദ്ധങ്ങൾ, ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം, അതേപോലെ തന്നെ നമ്മുടെ തായ്പിംഗ് ലഹള, ഓക്കെ, ബോക്സർ കലാപം, ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇതിന് നേതൃത്വം കൊടുത്ത സണ്ണി ആറ്റ്സൺ. ഓക്കെ, നമ്മുടെ ചൈനീസ് വിപ്ലവത്തിലേക്ക് വഴിത്തിരിവാകുന്നത് 1911 സിൻഹായ് വിപ്ലവത്തെ തുടർന്നാണ്. ആ സിൻഹായ് വിപ്ലവവും അതേ തുടർന്നുണ്ടായ നമ്മുടെ ഈ പറഞ്ഞ ചൈന റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ഓർത്തു വെക്കുക. കുമിങ്ഡാങ് പാർട്ടിയെ പറ്റിയും ചിയാൻ കൈഷകിനെ പറ്റിയും ഹാൻഗോ ഇൻസിഡന്റിനെ പറ്റിയും അവിടെ പഠിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി ചൈനയിലെ ആഭ്യന്തര കലാപവും, ഓക്കെ, മാവോ സിതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പടയെ പറ്റിയും കൂടെ അവിടെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഇനി നേരെ നമ്മുടെ വേൾഡ് വാറിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നിങ്ങൾ വായിക്കേണ്ടത് രണ്ടാം ലോക മഹായുദ്ധം തന്നെയാണ്. ഓക്കെ, നമ്മുടെ സിലബസിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ് പറഞ്ഞേക്കുന്നതെങ്കിലും ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഫാസിസവും നാസിസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റി ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം നമ്മൾ അവിടെ ഈ ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനീകരണത്തെ പറ്റി നമ്മൾ വായിക്കുക, കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരത്തെ പറ്റി നമ്മൾ വായിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ശീതസമര കാലത്തുണ്ടായിരുന്ന മിലിറ്ററി അലയൻസ്, അതായത് ശീതസമര കാലത്തുണ്ടായിരുന്ന സൈനിക സംഘങ്ങൾ, നാറ്റോ, സീറ്റോ, സെന്റോ, ഓക്കെ, വാർസോ പാക്ട്, ഇതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ നാറ്റോയുടെ ആസ്ഥാനം തുടർച്ചയായി PSC ചോദിക്കുകയാണ് ബ്രസൽസ് അല്ലെ. അപ്പൊ ആ നാറ്റോയെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ചേരുചേരാ പ്രസ്ഥാനം, നോൺ അലൈൻമെന്റ് നാമിനെ പറ്റി നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നമ്മുടെ അവിടെ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയെ പറ്റി നമ്മൾ പഠിക്കണം. ഗ്ലാസ് നോസ്റ്റ്, പെരിസ്റ്റോയിക്ക, USSRന്റെ അന്ത്യം, ഇതിനെ പറ്റിയും കൂടെ അവിടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ UN പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന UN A to Z കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് വെച്ചാൽ നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ബേസിക് ഫാക്ട്സ് കംപ്ലീറ്റ് നമ്മൾ അറിയുക. ഓക്കെ, ഇനി അതിന്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ, ഓക്കെ, അതായത് നാറ്റോയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദിച്ചെങ്കിൽ ഇപ്പൊ UN ചാർട്ടർ, ഓക്കെ, UN ചാർട്ടറിനെ പറ്റി അറിയുക, UN അംഗമായ മലയാളികളെ പറ്റി നമ്മൾ പഠിക്കുക. ഇനി UN പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഇനി നമ്മുടെ ഇതിന് പ്രധാനപ്പെട്ട ഏജൻസി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഓക്കെ, അതേപോലെ ഫുഡ് കോർപ്പറേഷൻ, അതേപോലെ ലേബർ യൂണിയൻ, ഇതേപോലുള്ള കാര്യങ്ങളൊന്ന് തെരഞ്ഞു പിടിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ, ഓക്കെ, ഈ ഭാഗത്തുനിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഇനി നമ്മുടെ സിലബസിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കേണ്ട ഒരു മേഖലയാണെങ്കിൽ കൂടി നിങ്ങൾ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യരുത്. മനസ്സിലായില്ലേ? എല്ലാ മേഖലകൾക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്ക് മാത്രമേ PSCയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഏറ്റവും മുന്നിലോട്ട് കടന്നു വരാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഈ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ നമുക്ക് വരുന്ന പ്രോബ്ലം എന്താ? നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ മേഖലയിൽ നിന്നായിരിക്കില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പറഞ്ഞ മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബാക്കി എല്ലാ മേഖലകളുടെ മാർക്കും കൂടെ കൂട്ടി വരുമ്പോഴേ നമുക്ക് നല്ലൊരു മാർക്കിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഒന്നുമില്ല, നമുക്കിതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം SCRT മലയാളം, ഓക്കെ, SCRT, ഓക്കെ, 8, 9, 10, +1, +2 ഒന്ന് വായിക്കുക. അതിനുശേഷം NCERT കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു 60% കാര്യം നിങ്ങളുടെ മെമ്മറിയിലോട്ട് സ്റ്റോർ ആവുന്നതാണ്. ബാക്കി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.